ഇന്നലെ ഞാനും ജസ്റ്റിൻ ജേഡും കൂടെ കുറേ നാൾ കൂടിയിട്ടൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയത് നമ്മുടെ റീമോളിലുള്ള വോക്ക് സിനിമാസിലാണ്. ചെന്നപ്പോഴേ ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ജസ്റ്റി, തിയേറ്ററിൽ കയറി ഇവർ പെപ്സിയും പോപ്കോണും ഒക്കെ കഴിക്കും, നമ്മൾ പിന്നെ ആ കാറ്റഗറി ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു കോഫി വാങ്ങിച്ചതായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ നേരെ നമ്മുടെ ടിം ഹോട്ടൽസിൽ പോയി താഴെ കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലൊരു ലാർജ് കപ്പിനകത്ത് ഒരു ചെരുവൻ കാപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ജസ്റ്റ് പറഞ്ഞ് ഈ കോഫിയും കുടിച്ച് അവിടെ ഇരുന്നു, മൂവി തീരുന്നിടം വരെ ഒരു അക്ഷരം മിണ്ടിയേക്കരുതെന്ന്. പക്ഷേ മൂവിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധം മനസ്സിലായത് കേട്ടോ. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ കാണാൻ പോയത് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന മൂവിയാണേ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 15+ ഏജ് റേറ്റിംഗ് ആണ്. ഇവിടെ മീഡിയ റെഗുലേറ്റർ അതോറിറ്റി എല്ലാ മൂവിയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ പടം 15+ആ. PG-15 ആയിരുന്നേലും അഡൾട്ട് സൂപ്പർവിഷനിൽ കാണാം. ഇത് ഒരു രക്ഷയിൽ ഇങ്ങോട്ട് നോക്കി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് 15+ എന്ന്. അവർ പറഞ്ഞു കൊച്ചിനെ കയറ്റത്തില്ല. നമ്മൾ 3 ടിക്കറ്റും കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങളോട് തന്നെ പറഞ്ഞു, ജാങ്കോ നീ അറിഞ്ഞോ, ഞങ്ങൾ പെട്ടടാ. പിന്നെ എന്താ ചെയ്യാനായിട്ട്, പിന്നെ കൊച്ചിൻ്റെ ടിക്കറ്റ് മാറ്റി എടുത്തിട്ട് അവനെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന മൂവിക്ക് കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, ജസ്റ്റ് കൊച്ചിന് വേറെ ടിക്കറ്റൊക്കെ എടുത്തു. ജേഡ് ആദ്യമായിട്ട് തന്നെ ഒരു മൂവിക്ക് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അവർ പറഞ്ഞു അവർ സൂപ്പർവൈസ് ചെയ്തോളാം, നോ ഇഷ്യൂ, നിങ്ങൾ കയറിക്കോളാനായിട്ട്. അങ്ങനെ നമ്മളുടെ മൂവി മാക്സിലായിരുന്നു, ജഡുവിൻ്റെ തിയേറ്റർ 5-ലായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ജഡുവിൻ്റെ ഡ്രിങ്ക്സും പോപ്കോണും അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് മൊത്തം കൊച്ചിനോടായിരുന്നു കേട്ടോ. പക്ഷേ മൂവി കാണാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ എന്നാലും ജേഡിക്കുട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇനി ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ മൂവി കാണാൻ പോവുകയാണെങ്കിൽ പിള്ളേരെ പ്രത്യേകം കൊണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പണി കിട്ടും. നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നെങ്കിൽ കറക്റ്റ് അവർ പറഞ്ഞു തരും, അതെല്ലാം അവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ആടുജീവിതത്തിന് നമുക്ക് ഇത് തന്നെ പറ്റി. അയ്യോ ബൈ ദ ബൈ പറയാൻ മറന്നുപോയി, ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല അടിപൊളി മൂവിയായിരുന്നു കേട്ടോ.